നമസ്കാരം പ്രിയമുള്ളവർ. ഈ കാണുന്ന വ്യക്തിയെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. കാര്യം സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്ററാണ്. അദ്ദേഹത്തിന്റെ ഒരു കോമാളി തരത്തിലുള്ള വീഡിയോസ് ആണ് പുള്ളി ചെയ്യുന്നത്. പുള്ളി ഒരു അധ്യാപകനാണ് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഇന്നത്തെ വിഷയം നമ്മുടെ അതല്ല. ഈ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, തുറന്നു പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യില്ല, അവസാനം വരെ കണ്ടു നോക്കുക. നമുക്ക് അതേ വീഡിയോ ഒന്ന് കേൾക്കാം. എല്ലാ സ്കൂളുകളും ഗ്രൂപ്പ് ബോംബിട്ടിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, വിവേചനമുണ്ട്. ചില അധ്യാപകർ പരസ്പരം സംസാരിക്കാത്ത അധ്യാപകരുണ്ടല്ലോ. ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ പരസ്പരം സംസാരിക്കില്ല. കുട്ടിയെ സംബന്ധിച്ചോളം കുട്ടി ആദ്യം പഠിക്കുന്ന വീട്ടിൽ നിന്നാണ്. ടീച്ചർമാർക്ക് സെലക്റ്റീവായിട്ട് 5 പിള്ളേരുണ്ട്, അവരോട് മാത്രമേ ടീച്ചർമാർ സംസാരിക്കൂ. സാറ് എന്നോട് പറഞ്ഞത്, സാറേ 10ാം ക്ലാസ്സിൽ എല്ലാവരും ജയിപ്പിച്ച് വിട്ടാലേ പിന്നെ പുറം പണിക്ക് വേണ്ടേ, മീൻ പിടിക്കാൻ പോകണ്ടേ, തൂമ്പാ പണിക്ക് വേണ്ടേ, ഹോട്ടലിൽ വെയിറ്റർ വേണ്ടേ, മറ്റു പുറം ജോലി ചെയ്യുന്നത് ആരാ സാറേ, എല്ലാവരും ജയിപ്പിച്ച് വിട്ടാൽ? അപ്പോൾ സാറിൻ്റെ മനോഭാവം മനസ്സിലായോ? അപ്പോൾ സമ്പന്നരുടെ മക്കൾ എപ്പോഴും ഏറ്റവും ടോപ്പിൽ നിൽക്കണം. സാധാരണക്കാരൻ്റെ മക്കൾ അവരെ ആ അച്ഛൻ്റെയും അമ്മയുടെയും ആ നിലവാരത്തിൽ തന്നെ നിൽക്കണം. മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. ആ വീഡിയോയുടെ അടിയിൽ ഞാൻ നോക്കിയപ്പോൾ അവർ എഴുതിയിരിക്കുന്നത് ഈ 2-3 തായും പൂയും ചേർത്തിട്ട് ഈ സാർ 9ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഞാൻ കമ്മലിട്ടെന്ന് പറഞ്ഞ് എന്നെ തല്ലി ഈ ഡാഷ് മോന് ഇപ്പോൾ കമ്മലിട്ട് വിലസാവോ? ഞാൻ പരീക്ഷ ഡ്യൂട്ടിക്ക് എവിടെയെല്ലാം നിന്നിട്ടുണ്ടോ അവിടെ എല്ലാം അവിടുത്തെ HM വിളിച്ചവള് പറയും, സാറേ നമ്മുടെ വിജയ ശതമാനം കുറവാണ്, നമ്മുടെ പിള്ളേർ കോപ്പി അടിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യണം, പിന്നെ സൂപ്പർവിഷൻ ആരെങ്കിലും വരുവാണെങ്കിൽ ചെരുപ്പ് കൊണ്ട് സിഗ്നൽ കാണിക്കണം. മനസ്സിലായോ? മന്ത്രിമാർക്ക് എന്താ ഒരു ഫിക്സഡ് ഏജ് വെക്കാത്തത്? ഒരു 70, 75, 80 വയസ്സായിട്ട് അവരവിടെ ഇരുന്നിട്ട് ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും തരത്തിൽ അവർ മരണപ്പെട്ടു പോയാൽ ഒരു ബന്ധവും ഇല്ലാത്ത മക്കളെ പിടിച്ചോടിരിക്കും. അങ്ങനെയല്ലേ കയറുന്നത്? രാജഭരണമല്ലേ? രാജഭരണകാലത്ത് ഇതേപോലെ ആയിരുന്നു. സാക്ഷര കേരളം, സുന്ദര കേരളം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അധ്യാപകനാണ് പറയുന്നത്. ആണ്. ഇതിന്റെ ഭവിഷ്യത്ത് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 100% സാക്ഷരത നേടിയ ആ ജില്ലയിൽ ചെന്ന് ഏതെങ്കിലും 10ാം ക്ലാസ്സിലുള്ള കുട്ടിയെടുത്ത് ഒരു സെന്റൻസ് ഒരു 2-3 വാക്യം മലയാളത്തിൽ എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ അറിയാത്ത പിള്ളേർ ഒത്തിരി പേരുണ്ട്. അപ്പൊ പുള്ളിയുടെ തുറന്ന പറച്ചില് കേട്ടല്ലോ. അപ്പൊ ഇത് സത്യത്തില് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാര്യം തോട്ടിപ്പണി ചെയ്യുന്നവന്റെ മകൻ അതാവണം, ആശാരിയുടെ മകൻ അതാവണം, മൂശാരിയുടെ മകൻ അതാവണം എന്നൊക്കെയുള്ള ഒരു ജാതീയ വ്യവസ്ഥ പണ്ട് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഇന്നും അതേ വ്യവസ്ഥ വേണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ എന്ന് പറയപ്പെടുന്നവർ ഇന്നും നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് തുറന്നു കാണിക്കുന്ന ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷനാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്നും നമുക്കിടയിൽ നമ്മൾ പോലും അറിയാതെ ഈ ജാതീയതയും വംശീയതയും എല്ലാം ഉണ്ട് എന്നുള്ളതാണ്.